ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പേപ്പർ ലാമ്പാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കളർ റിബൺ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ഈ 2 സർക്കിളും അതിൻ്റെ ഉള്ളിലുള്ള ആ റിങ്ങുകളാണ്. അപ്പോൾ 2 റിങ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു റിങ്ങിൻ്റെ സൈസിൽ നമ്മൾ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള നമ്മുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈഡിൽ സ്കെയിൽ വെച്ചിട്ട് ക്രോസ് ആയിട്ടൊന്ന് ലൈനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ സ്കെയിലാണെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തും കൂടെ ഒരേ സൈസിൽ നമുക്ക് വരച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നമ്മൾ സ്ക്വയറിലും ചെറിയ ഇത് വരച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് നമ്മൾ സർക്കിളിലും ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളുകളൊക്കെ നമുക്കൊന്ന് പശ തേച്ചിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കളർഫുൾ ആയിട്ടുള്ള കളർ പേപ്പറുകളാണ്. അപ്പോൾ അടുത്തടുത്ത് ഒരേ കളർ ഷെയ്ഡുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പീസുകൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹോള് നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തെ ആ ഒരു ചതുരത്തിൻ്റെ ആ ഒരു ഹോളും നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ പീസുകൾ വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്തെ ഈ ഒരു വ്യൂ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്, ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തതിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു റിങ്ങിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊണ്ട് കൊടുക്കുക. താഴെ മുകളിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സിലിണ്ടറിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു ലൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പേപ്പർ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.